ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരുടെയും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ്, വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി. അപ്പോൾ അതിലെ 5ാമത്തെ പാർട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, സോ പാർട്ട് 5ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ വലിയ 2 മഹായുദ്ധങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷനിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഫാസിസം, നാസിസം, ഡീകൊളോണൈസേഷൻ, ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം എന്ന് തുടങ്ങുന്ന ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. എസ്സേ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് കുറച്ച് ഏരിയാസ് ഉണ്ട്. കോൾഡ് വാർ, നോൺ അലൈൻഡ് മൂവ്മെന്റ്, അതേപോലെ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, യൂണിപോളാർ വേൾഡ് എന്ന് തുടങ്ങുന്ന ഈ ഏരിയാസ് എല്ലാം നമുക്കൊരു 3 to 4 മാർക്സ് വരെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ആരും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കണം. മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്തിട്ട് പോരണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൾഡ് വാർ ആണ്. സോ ഇറ്റ് വാസ് ദി കോൺഫ്ലിക്റ്റിംഗ് ഐഡിയോളജീസ് ദാറ്റ് ലെഡ് ടു കോൾഡ് വാർ. ഇവാലുവേറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ് കോൾഡ് വാറിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കോൾഡ് വാർ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ 2 ശേഷം എന്തുണ്ടായി? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലെഡ് ദി ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആസ് ദ ന്യൂ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു പുതിയൊരു എക്കണോമിക് പവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ലീഡ് ചെയ്യുന്നത് ഏത് ബ്ലോക്കാണ്? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കാണ് USA ലീഡ് ചെയ്യുന്നത്. ഇനി സോവിയറ്റ് യൂണിയൻ വാസ് ലെഡ് ബൈ എ കോalition ഓഫ് നേഷൻസ് ദാറ്റ് എംബ്രേസ്ഡ് ദ സോഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ USSR ലീഡ് ചെയ്യുന്നത് ഏത് ബ്ലോക്കാ? സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. അപ്പൊ ഈ ഒരു 2 ടോപ്പിക്കാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. USA ക്യാപിറ്റലിസം, USSR സോഷ്യലിസം. ഓക്കെ, സോഷ്യലിസ്റ്റ് എക്കോണമിയാണ് ഇവിടെ വരുന്നത്. ഇനി ദീസ് 2 ബ്ലോക്സ്, അതായത് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും സോഷ്യലിസ്റ്റ് ബ്ലോക്കും, ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ദ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദാറ്റ് റെപ്രസെന്റഡ് കോൺട്രഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ്. ഓക്കെ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺട്രഡിക്ടറി ഐഡിയാസ് ആണ്, സെയിം രീതിയിലുള്ള ഐഡിയാസ് ഒന്നും അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാറും കണ്ടിന്യൂ ചെയ്തു. ദിസ് എനിമിറ്റി ബേസ്ഡ് ഓൺ ideological conflict and diplomatic confrontations as called the Cold War. അപ്പോൾ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റും ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻസും വെച്ചുകൊണ്ടുള്ള ഈ ഒരു ശത്രുതയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോൾഡ് വാർ. കാരണം ശീത സമരം ഇവിടെ നമുക്ക് ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ്. സോ ഐഡിയോളജിസിന്റെ ബേസിലും ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻസും ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ മേജർ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി. നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഹൗ ഡിഡ് ഡീകൊളോണൈസേഷൻ ആൻഡ് കോൾഡ് വാർ ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് എ നോൺ അലൈൻഡ് മൂവ്മെന്റ്? അപ്പൊ 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീകൊളോണൈസേഷനും കോൾഡ് വാറും ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണമായത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആൻ ആൾട്ടർനേറ്റീവ് ടു ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അപ്പൊ നമ്മൾ പറഞ്ഞു USA എന്താ പറയാ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ഉണ്ട്, USSRനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്കും ഉണ്ട് എന്ന് പറഞ്ഞു. നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് തുടങ്ങുന്നത്. സോ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, ന്യൂലി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക were formed by the allied movement. ഓക്കെ, അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളാണ് ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഒക്കെ. അവര് ഒരു അലൈഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. Okay, they realized that the Cold War was yet another phase of imperialism and that it would threaten world peace. അപ്പൊ അവർക്ക് തോന്നിയത് എന്താ? കോൾഡ് വാർ എന്ന് പറയുന്നത് ഇമ്പീരിയലിസത്തിന്റെ മറ്റൊരു രൂപമാണ്. ഇത് ഉറപ്പായും ലോക സമാധാനത്തെ തന്നെ തകിടം മറിക്കും എന്ന് അവർക്ക് തോന്നിയിരുന്നു. സോ ദ നോൺ അലൈൻഡ് മൂവ്മെന്റ് ഇസ് എ യൂണിറ്റി ഓഫ് ദ കൺട്രീസ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ഓർ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. അപ്പൊ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളുടെ ഒരു ഐക്യമാണ്. യൂണിറ്റി ഓഫ് കൺട്രീസ് ഏതിൽ നിന്ന് വിട്ടുകൊണ്ടുള്ളത്? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിന്റെയോ സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെയോ കൂടെ അല്ലാത്ത കുറച്ച് രാജ്യങ്ങളുടെ ഒരു ഐക്യമാണ് എന്തിലൂടെ കാണുന്നത്? നോൺ അലൈൻഡ് മൂവ്മെന്റിലൂടെ കാണുന്നത്. They understood that the race of superpowers for weapons and stronger military force would pose harm to them. അപ്പോൾ ഒരു സൂപ്പർ പവേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ വെപ്പൺസിന് വേണ്ടിയോ ഉള്ള ഓട്ടം, ഓക്കെ, സ്ട്രോങ് മിലിറ്ററി ഫോഴ്സും ഒക്കെ ഉള്ള ഈ ഒരു വിഭാഗത്തിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ലോക സമാധാനത്തെ തന്നെ തകിടം മറിയാൻ
ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ they realized that only a world without war and conflict could advance economically and socially. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയിരുന്നു ഏതൊരു രാജ്യത്താണോ വാറും കോൺഫ്ലിക്റ്റും ഒന്നുമില്ലാത്തത് അവിടെ മാത്രമേ ഇക്കണോമിക്കലി സോഷ്യലി ഒരു അഡ്വാൻസ്മെന്റ് പോസിബിൾ ആവുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് the idea of non-aligned movement was mooted at a meeting held Bandung in Indonesia in 1955. അങ്ങനെ 1955 ബാന്തുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ഉദയം ചെയ്തത്. പക്ഷേ ഈ ഒരു ഐഡിയ വന്നതിന് ശേഷം ഇവരുടെ ആദ്യത്തെ കോൺഫറൻസ് കൂടിയത് എവിടെ വെച്ചിട്ടാ? ബെൽഗ്രേഡിൽ വെച്ചിട്ട് 1961. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, അവര് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് വന്നത് ഒരു മീറ്റിംഗ് ഹെൽഡ് അറ്റ് ബാന്തുങ് ഇൻ ഇന്തോനേഷ്യയിലെ 1955 മീറ്റിംഗിലാണ് ഈ ഒരു ഐഡിയ വന്നത്. പക്ഷെ ഇവരുടെ ആദ്യത്തെ കോൺഫറൻസ് വന്നത് എപ്പോഴാണ്? നോൺ അലൈൻഡ് കൺട്രീസിന്റെ ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് നടന്നത് 1961. സോ ജവഹർലാൽ നെഹ്റുസ് വ്യൂ ഈസ് ദാറ്റ് നോൺ അലൈൻഡ് ഈസ് നോട്ട് ഡിപ്പാർച്ചർ ഫ്രം ദി വേൾഡ് അഫയേഴ്സ്. ജവഹർലാൽ നെഹ്റു ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? നോൺ അലൈൻഡ്, ചേരായ്മ എന്ന് പറയുന്നത് സോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നുമുള്ള വിട്ടു നിൽക്കലല്ല, but an active involvement in many of the problems facing the world. അപ്പൊ ശരിക്കും ലോകം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ കുറിച്ച് നെഹ്റുവിന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മേജർ കോൺസെപ്റ്റുകൾ കഴിഞ്ഞു, കോൾഡ് വാർ കഴിഞ്ഞു, നോൺ അലൈൻഡ് മൂവ്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ കുറച്ച് ലീഡേഴ്സ് ആരൊക്കെയാന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു, ദെൻ ഈജിപ്തിൽ നിന്ന് ഗമാൽ അബ്ദുൽ നാസർ, ദെൻ യുഗോസ്ലാവിയയിൽ നിന്ന് മർഷൽ ടിറ്റോ, ആൻഡ് ഫൈനലി ഇന്തോനേഷ്യയിൽ നിന്ന് അഹമ്മദ് സുകാർണോ. ഇതൊക്കെയാണ് ലീഡേഴ്സ് ഹു ഫോംഡ് ദ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. ഓക്കെ, ഓരോ രാജ്യങ്ങളിലും നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആരൊക്കെയാന്നുള്ളത് 4 രാജ്യങ്ങളും അവരുടെ ലീഡേഴ്സും നമ്മൾ നോക്കി. അപ്പൊ ഇത് പഠിക്കണേ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 3-4 ഏരിയാസ് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം 1 by 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. എക്സാമിൻ ഹൗ ഇംപീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ് കോസ്ഡ് ദി അൺറെസ്റ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ. എങ്ങനെയാണ് ഇംപീരിയലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിൽ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരു അൺറെസ്റ്റ്, ഒരു അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബാൽഫർ ഡിക്ലറേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ബാൽഫർ ഡിക്ലറേഷൻ നോക്കുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ലൈൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അൺടിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ, അതായത് ഫസ്റ്റ് വേൾഡ് വാർ വരെ ദ ടെറിട്ടറി ഇൻക്ലൂഡിംഗ് പലസ്തീൻ വാസ് പാർട്ട് ഓഫ് ദി ടർക്കിഷ് എംപയർ. അതായത് പലസ്തീൻ ഉൾക്കൊള്ളുന്ന ടെറിട്ടറി എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമായിരുന്നു? ടർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. ആസ് ടർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദ വാർ, ബ്രിട്ടൻ ടുക്ക് ഓവർ ദി റീജിയൻ. ടർക്കി ഈ പറയുന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ എന്തായി? ബ്രിട്ടൻ ആ റീജിയൻ പിടിച്ചെടുത്തു. Okay, ഇനി since the Jews helped Britain in the war, the then British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation in West Asia as a reward. Okay, അപ്പോൾ ജൂതന്മാർ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടനെ ആ ഒരു വാറിൽ സഹായിച്ചിരുന്നു. അപ്പൊ അതിനായിട്ട് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫർ, ഓക്കെ, ആർത്തർ ബാൽഫർ എന്ത് ചെയ്തു? ഒരു ജൂയിഷ് നേഷൻ വെസ്റ്റ് ഏഷ്യയിൽ കൊടുക്കാം പകരമായിട്ട് എന്ന് പറഞ്ഞു. ഇതാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ വരെ പലസ്തീൻ ഏതിന്റെ ഭാഗമായിരുന്നു? ടർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ടർക്കി ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാർ ഡിഫീറ്റഡ് ആയതോടുകൂടി ബ്രിട്ടൻ ആ റീജിയൻ പിടിച്ചെടുത്തു. സോ ജൂതന്മാരാണ് ഈ പറയുന്ന ബ്രിട്ടനെ ഇതിന് സഹായിച്ചത്. അപ്പൊ അതിന് പകരമായിട്ട് ആർത്തർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു ജൂയിഷ് നേഷൻ വെസ്റ്റ് ഏഷ്യയിൽ ഒരു റിവാർഡായിട്ട് തരാമെന്ന് പറഞ്ഞു. ഇതാണ് ബാൽഫർ ഡിക്ലറേഷൻ. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ മൂവ്മെന്റ് ആണ് എന്ത്? സിയോണിസ്റ്റ് മൂവ്മെന്റ്. അപ്പൊ സിയോണിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an international movement with an objective of the establishment of a homeland for Jews. അപ്പൊ ജൂതന്മാർക്ക് ഒരു മാതൃരാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഹോം ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ് എന്ത്? ഈ പറയുന്ന സിയോണിസം. അങ്ങനെ 1948 എന്ത് ക്രിയേറ്റ് ചെയ്തു? നമ്മുടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നു. ഓക്കെ, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത് എപ്പോഴാണ്? 1948. Consequently, many wars broke out between Israel and the Arab nation. അപ്പോൾ ഇസ്രയേൽ വന്നതോടുകൂടി ഇസ്രയേലും അറബ് രാജ്യങ്ങളും കൂടി ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി. ഇസ്രയേൽ സീസ്ഡ് പലസ്തീൻ, പലസ്തീനെ പിടിച്ചെടുത്തു. ഓക്കെ, ആൻഡ് പലസ്തീൻസ് റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് കൺട്രീസ്. അപ്പൊ പലസ്തീൻ പിടിച്ചെടുത്തപ്പോൾ അവിടുത്തെ പലസ്തീൻ റെഫ്യൂജീസ് എന്ത് ചെയ്തു? പല അറബ് രാജ്യങ്ങളിലേക്ക് അവര് അഭയാർത്ഥികളായിട്ട് അവര് മൂവ് ചെയ്തു.
ഇനി എന്താ നടക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് PLO വരുന്നത്. എന്താണ്? പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ നേഷൻ ഫോർ ദി പലസ്തീൻ. അപ്പോൾ ഒരു പലസ്തീനുകാർക്ക് ഒരു ഹോംലാൻഡ് അല്ലെങ്കിൽ ഒരു നേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു മൂവ്മെന്റ് ഉണ്ടായി. അതാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO. ഇറ്റ് വാസ് ഫൗണ്ടഡ് വിത്ത് യാസിർ അറഫാത്ത് ആസ് ദി പ്രസിഡന്റ്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആരാണ്? പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് യാസിർ അറഫാത്ത് ആണ്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ് ഷെഡ്സ് ആൻഡ് മസാക്കേഴ്സ്, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്കും യുദ്ധങ്ങൾക്കും ഒടുവിൽ ഇസ്രയേൽ agreed in principle to recognize Palestine as a free nation. ഇസ്രയേൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രയേൽ സമ്മതിച്ചു കൊടുത്തു. This agreement mediated by the US is called the Oslo Pact. Okay, അപ്പൊ ഇതിന് മീഡിയേഷൻ വഹിച്ചത് ആരായിരുന്നു? ഇടനിലക്കാരനായിട്ട് ആരാ നിന്നത്? US ആണ് നിന്നിരുന്നത്. അതും ഏത് പാക്ടോട് കൂടിയിട്ടാണ്? ഓസ്ലോ പാക്ടോട് കൂടി. അത് എന്നാ നിലവിൽ വന്നത്? 1993. ഓക്കെ, ബട്ട് ദ പ്രൊവിഷൻസ് ഇൻ ദ പാക്ട് ആർ യെറ്റ് ടു ബി ഇംപ്ലിമെന്റഡ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ വ്യവസ്ഥകൾ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പാർട്ട്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ വെസ്റ്റ് ഏഷ്യയുടെ ഭാഗത്ത് നമ്മൾ 3 പാർട്ടുകൾ പഠിച്ചു. ഒന്ന് നമ്മുടെ ബാൽഫർ ഡിക്ലറേഷൻ പഠിച്ചു, അതേപോലെ തന്നെ സിയോണിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചു, ദെൻ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നോക്കി. അപ്പൊ അത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശക്തികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, USA-യും USSR-ഉം. ഇവിടെ നമ്മുടെ USSR-ന്റെ തകർച്ചയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അതിന്റെ കോസസും എഫക്ട്സും. Okay, the administrative measures of Mikhail Gorbachev, Glasnost and Perestroika. അപ്പോൾ ഇവിടെ ആലോചിക്കുക, മിഖായിൽ ഗോർബച്ചേവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആണ് ഒരു കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക്. മറ്റൊന്ന് ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോ USSR എന്ന് കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് കേട്ടാൽ തന്നെ അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണ്? സോഷ്യലിസം. അതിന്ന് ഡീവിയേറ്റ് ചെയ്തതും മറ്റൊരു കാരണമാണ് തകർച്ചയ്ക്ക്. ദെൻ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ കറപ്ഷൻ, അഴിമതിയും ഇൻഎഫിഷ്യൻസിയും മറ്റൊരു കാരണമാണ് തകർച്ചയുടെ. ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് സെക്ടർ. എക്കണോമിക് സെക്ടറിലെ മാറ്റം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. സോ വിത്ത് ദ റെസിഗ്നേഷൻ ഓഫ് ഗോർബച്ചേവ് ആസ് പ്രസിഡന്റ് ഇൻ 1991, സോവിയറ്റ് യൂണിയൻ ഫോർമലി സീസ്ഡ് ടു എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ അതോടുകൂടി 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി അത് അവസാനിച്ചു. അങ്ങനെ കോൾഡ് വാറിനും ഒരു വിരാമമായി. അതായത് USA-യും USSR-ഉം തമ്മിലാണ് കോൾഡ് വാർ ഉണ്ടായത്. അപ്പൊ അതും അവസാനിച്ചു. എ യൂണിപോളാർ വേൾഡ് ഹാസ് എമേർജ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് USA in the place of a bipolar one. അപ്പൊ ആദ്യം നമുക്ക് USA ആൻഡ് USSR അടങ്ങുന്ന ഒരു ബൈപോളാർ 2 ശക്തികളാണ് ലോകത്തിന്റെ നെറുകയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ USSR തകർന്നു. ഇപ്പൊ ഒരൊറ്റ ശക്തിയുള്ളൂ, അത് ഏത് മാത്രമാണ്? USA മാത്രമാണ്. അപ്പൊ അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യൂണിപോളാർ വേൾഡ് ഡോമിനൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം. Okay, unipolar world, the American dominance. America emerged as a global power and center of world politics following the disintegration of the Soviet Union. Soviet Union തകർച്ചയോടുകൂടി എന്തുണ്ടായി? അമേരിക്ക ഒരു ഗ്ലോബൽ പവർ ആയിട്ട് വളർന്നു വന്നു. ആൻഡ് സെന്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ്. ഇതാണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ തന്നെ വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഓവർ ദ വേൾഡ്. അപ്പൊ ലോകത്തിന്റെ നെറുകയിൽ അവരുടെ ഡോമിനൻസ് ഉറപ്പിക്കാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അമേരിക്ക അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് ആണ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. സോ 4 എണ്ണമെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നാമത്തത് യൂട്ടിലൈസിങ് ഇന്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഇന്റർനാഷണൽ ഏജൻസീസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ് ഈ പറയുന്ന ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം കൊടുത്തു. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസുകൾ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. മീഡിയ വർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കൻസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് മീഡിയ ഉപയോഗിച്ചു. ആൻഡ് അമേരിക്കാസ് ഇംപീരിയലിസ്റ്റ് പോളിസി പാവ്ഡ് ദ വേ ഫോർ ദി ഗൾഫ് വാർ. അപ്പോ അമേരിക്കയുടെ ഈ പറയുന്ന ഇംപീരിയലിസ്റ്റ് നയം എന്തിൽ കൊണ്ടുചെന്നെത്തിച്ചു? ഗൾഫ് യുദ്ധങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചു. അമേരിക്ക യൂട്ടിലൈസ്ഡ് ദെയർ മിലിറ്ററി ഫെസിലിറ്റീസ് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദീസ് വാർസ്. അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസും ടെക്നോളജിക്കൽ പ്രോഗ്രസും എല്ലാം ഈ യുദ്ധത്തിൽ അവർ ഉപയോഗിച്ചു. ആസ് എ റിസൾട്ട് അലയൻസസ് were formed in different parts of the world against American domination. അങ്ങനെ അലയൻസുകൾ ഇതിന്റെ പകരമായിട്ട് റിസൾട്ട് ആയിട്ട് എന്തുണ്ടായി? അലയൻസസ് were formed in different parts of the world. ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായി. സോ against American domination എതിരെ.
ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാ ഏരിയാസും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. കോൾഡ് വാർ, നോൺ അലൈൻഡ് മൂവ്മെന്റ്, അതേപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ റിലേറ്റഡ് ആയിട്ട് യൂണിപോളാർ വേൾഡ് ഓർഡർ, അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാ? നിയോ ഇമ്പീരിയലിസം, ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആൻഡ് ഫൈനലി വാട്ട് ആർ ദ ചാലഞ്ചസ് പോസ്ഡ് ബൈ ഗ്ലോബലൈസേഷൻ ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വളരെ വലിയ ചാപ്റ്റർ ആണെന്ന് തോന്നും, പക്ഷെ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് നമ്മൾ ഒരു 6 പാർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ കുഡ് ബി വെരി ഈസി. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ആരും വിട്ടുകൊടുക്കരുത്, അടിപൊളിയായിട്ട് പഠിച്ചോളാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാം, കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ സെഷൻ. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരെ ചിൽഡ്രൻ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.